അല്ലാഹു സുബ്ഹാനഹു തആല തന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് പോലും. നമുക്ക് മുന്നിൽ ഒരുപാട് നിരവധി ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ അവർക്കെല്ലാം അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ പ്രതിഫലം എനിക്ക് തരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ ഇതേ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സാധാരണക്കാരനായ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി. യാ റസൂലല്ലാഹ്, അല്ലയോ നബിയെ, അയ്യുസ്സായിമീന അഅ്ലമു അജ്റൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരൻ ആരാണ് എന്ന്. ആ സാധാരണക്കാരനായ അദ്ദേഹം വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു നോമ്പിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ജിഹാദിന്റെ, യുദ്ധത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, സക്കാത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, മാത്രമല്ല ഹജ്ജിന്റെ കാര്യവും ചോദിക്കുന്നുണ്ട്. ഈ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത് ആർക്കാണ് എന്ന് അദ്ദേഹം നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഇതെല്ലാം കേട്ട ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി ഒരേ മറുപടി തന്നെയായിരുന്നു. അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റൻ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നോമ്പുകാരൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി എപ്പോഴും ദിക്റുകൾ ചെല്ലുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൂടെ മനസ്സിലാകുന്നത് നമുക്ക് നമ്മളുടെ ഫ്രണ്ടിൽ കാണുന്ന നിരവധി ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടല്ലോ, എന്നാൽ അവരിൽ നിന്നെല്ലാം പ്രതിഫലം കാംക്ഷിക്കുന്ന നോമ്പ് നമുക്ക് പിടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് ദിക്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ദിക്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡെയിലി റുട്ടീൻ വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും, വീട് വിട്ട് ഇറങ്ങുമ്പോഴും, ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോഴും എല്ലാം ദിക്റുകൾ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.